നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. അച്ഛനും അമ്മയ്ക്കും ഒരുപോലെ സന്തോഷമാവാൻ അമ്മയ്ക്ക് അച്ഛനെ വിവാഹം കഴിച്ചൂടെ? ഞാൻ കഴിഞ്ഞ ദിവസം നിന്നോട് പറഞ്ഞതാണേ എന്നെ അമ്മായി ഒന്ന് വിളിക്കില്ലെന്ന്. ഞാനിപ്പോ നിന്റെ അമ്മായിയല്ല. മാത്രമല്ല എനിക്ക് എത്ര പ്രായമൊന്നുമില്ല. 2 കുട്ടികളുണ്ടായി പോയെന്നേ ഉള്ളൂ. എനിക്ക് നിന്റെ അത്ര പ്രായമേ ഉള്ളൂ. എന്തായാലും വിളിച്ചു ശീലിച്ചത് ഇനി മാറ്റാൻ പറ്റില്ല. അല്ല മായി, നിങ്ങള് ഇത്ര ചെറുപ്പമായിട്ട് എന്തുകൊണ്ട് കുഞ്ഞമ്മാവനുമായിട്ട് പുറത്തൊന്നും കറങ്ങാൻ പോകുന്നില്ല? ഞങ്ങൾ ഒത്തിരി കറങ്ങിയതാ, അതൊക്കെ മതി. ജഗദീഷ് ചേട്ടന് അതൊന്നും ഇഷ്ടമല്ല. അങ്ങേരൊരു മരങ്ങോടനാണല്ലേ? മൈഥിലി, കൊലി കേറിയ ഞാൻ ആളിച്ചിരി പെശക കേട്ടോ. അത് ഓർമ്മിച്ചാ നിനക്ക് കൊള്ളാം. സോറി അമ്മായി, അമ്മായിയും കുഞ്ഞമ്മാവനും തമ്മില് പ്രണയിച്ചൊന്നും കണ്ടിട്ടില്ല, അതുകൊണ്ട് ചോദിച്ചത്. ഞങ്ങൾ പ്രണയിക്കുന്നത് എന്താ നിന്റെ മുമ്പിൽ പ്രദർശിപ്പിക്കണോ? എന്നെ അന്തസ്സായിട്ട് കല്യാണം കഴിച്ചുകൊണ്ട് ഇങ്ങോട്ട് കൊണ്ടുവന്നതാ. അല്ലാതെ നിന്നെ പോലെ അവന്റെ കൂടെ ഇവന്റെ കൂടെ ഓടി നടക്കുന്നവളൊന്നല്ല. ഞാൻ ഓടിയതേ നിങ്ങളുടെ ആങ്ങളുടെ കൂടെയാ. അത്തരം പമ്പര വിട്ടികളുടെ കൂടെ ഓടുന്നതിനേക്കാൾ ഭേദം കുഞ്ഞമ്മാവനെ പോലത്തെ മരങ്ങോടന്മാരുടെ ഒപ്പം ജീവിക്കുന്നതാ. ഇവൾ എത്ര കിട്ടിയാലും പഠിക്കില്ല. ഇവൾ എന്തൊരു ജന്മം. ആഹാ, അത് ശരി. ദേവി ഇവിടെയായിരുന്നോ? ഞാൻ ഇവിടെ എവിടെയെല്ലാം നോക്കിയായിരുന്നു. എന്താ ചേട്ടാ? ഏയ് ഒന്നുമില്ല. ഞാൻ എപ്പോഴും കാണാൻ ആഗ്രഹിക്കുന്നത് ദേവിയല്ലേ. ഒരു 5 മിനിറ്റ് നേരത്തേക്ക് കണ്ടില്ലെങ്കിലേ മനസ്സിനകത്തൊരു പെടപെടപ്പാ. അതുകൊണ്ടാണ് തിരക്കി വന്നത്. ദേവിക്ക് എന്നോട് പഴയതിനേക്കാളും ഇരട്ടി സ്നേഹമൊക്കെ ഉണ്ടെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. പക്ഷേ ദേവിയുടെ സാഹചര്യം, അതുകൊണ്ടാ ദേവി എന്നോട് അടുക്കാൻ പേടിക്കുന്നത്. അതല്ലേ ദേവി സത്യം? എനിക്ക് എന്റേതായ കുറച്ച് ശരികളുണ്ട് ചേട്ടാ. അതനുസരിച്ചാ ഞാൻ ജീവിക്കുന്നത്. എനിക്ക് എല്ലാവരും വേണം. ഞാൻ കാരണം ആരും വേദനിക്കരുത്, അത്രേ ഉള്ളൂ. എന്റെ അച്ഛനും അമ്മയും ഇത്രനാൾ ഇങ്ങനെ ഇവര് അകന്നു തന്നെ ജീവിക്കും. ഇവരൊന്നാവണം, ഇവരെ ഒന്നിപ്പിക്കണം. പൂച്ചെറുക്കം കഴിഞ്ഞോണ്ട ചക്കരെ. ഇപ്പൊ നിനക്ക് ഉറക്കവേ ഇല്ലേ? എപ്പോഴും പാലുകൂടിയാണോ? മോളെ, കുഞ്ഞിന്റെ കരച്ചില് കേട്ടാ ഞാൻ ഓടി വന്നത്. ഇപ്പൊ ഉറക്കം തീരെ കുറവാമ്മ. പാലുകൂടി അങ്ങ് ഇഷ്ടപ്പെട്ടു പോയി. അമ്മേ, ടിന്നിലുള്ള പാൽപ്പൊടി കലക്കി പാൽ തയ്യാറാക്കി തരാവോ? പാലിപ്പൊ കൊടുത്തില്ലെങ്കിൽ കുഞ്ഞ് സമ്മതിക്കില്ല. ആ പാലിനി കൊടുക്കണോ മോളെ? അവളുടെ ആ ശല്യം ഒഴിവാക്കാനാമ്മ. വേണ്ട മോളെ, ഡോക്ടർ പറഞ്ഞ കണക്കനുസരിച്ച് ഇനി 1 മാസം കൂടി നമ്മൾ ക്ഷമിച്ചാ മതിയല്ലോ. അതുവരെ എന്റെ മോളൊന്ന് സമാധാനിക്ക്. പെണ്ണ് എന്റെ മകൾ നന്ദിനി. അതിന് ദേവി സമ്മതിക്കും അമ്മേ? അവളുടെ അഭിപ്രായം ചോദിച്ചിട്ടില്ല. സമ്മതിക്കാതിരിക്കാൻ തൽക്കാലം കാരണമൊന്നുമില്ലല്ലോ. പഴയ കാര്യങ്ങളൊക്കെ അവര് മറക്കും. എനിക്കൊരൊറ്റ അപേക്ഷ മാത്രമേ ഉള്ളൂ. ദേവി എന്തെങ്കിലും കാരണവശാല് ഇക്കാര്യം നിരസിച്ചാല് പിന്നെ ഒരിക്കലും ദേവി നിർബന്ധിക്കരുത്.
ഞാൻ ദേവിയെ ഒത്തിരി കരയിപ്പിച്ചിട്ടുണ്ട്. ഇനിയെങ്കിലും അവള് മനസമാധാനത്തോടെ ജീവിക്കണം. അത് മാത്രമേ എൻ്റെ ആഗ്രഹം. ഇപ്പോഴാ മോനെ നീ ഞങ്ങളുടെ മകനായത്. നിന്നെ പ്രസവിച്ച ഈ അമ്മയ്ക്ക് നിന്റെ ഈ വാക്കുകള് എത്ര അഭിമാനകരമാണെന്നോ. നിനക്ക് വേണ്ടി ഞാൻ കരഞ്ഞതത്രയും ദൈവം കണ്ടിരിക്കുന്നു. ഞാൻ ആഗ്രഹിച്ചതുപോലെ എന്റെ മകനെ ദൈവം എനിക്ക് തിരിച്ചു തന്നിരിക്കുന്നു. അമ്മ ഈ കല്യാണത്തിന് സമ്മതിക്കും. ഞങ്ങളെ സമ്മതിപ്പിച്ചിരിക്കും. ഇങ്ങേരെ കൂടി കല്യാണം കഴിച്ച് അതിൽ കുറെ കുഞ്ഞുങ്ങളും ഉണ്ടായിട്ട് ചെമ്പകമംഗലത്തെ ഷെയറുകൾ ചെതറിപ്പോകാൻ ഞാൻ സമ്മതിക്കില്ല. അതിന് വേറെ വഴിയുണ്ട്. ഷോപ്പിംഗ് മോളിൽ കയറുന്നതിന് മുമ്പ് നമുക്ക് ദേ അവിടെ ഒരു 5 മിനിറ്റ് ഇറങ്ങി നിൽക്കാം അല്ലേ? നല്ല ബെസ്റ്റ് പ്ലേസാ അത്. ശരി ഏട്ടാ. ഇറങ്ങും ദേവമേ, ഇറങ്ങും. നല്ല സ്ഥലം അല്ലേ അമ്മേ? നല്ല കാറ്റുണ്ട്. നമ്മളിപ്പം പുറത്തല്ലേ? ദേവമ്മയും ദേവമ്മയുടെ 2 മക്കളും. അതെ, ഞാൻ ഭാഗ്യം ചെയ്തവളാ. എന്തൊരു സന്തോഷാന്നറിയോ ഇപ്പൊ. ഈ സന്തോഷം മാത്രം മതിയോ അമ്മയ്ക്ക്? ഇതിലും അപ്പുറം എന്ത് സന്തോഷം എനിക്ക് വേണ്ടത്? അല്ല, മകളാ ചോദിക്കുന്നത്. സത്യം പറയണം. ദേവമ്മയുടെ മുമ്പോട്ടുള്ള പ്ലാനുകൾ എന്തൊക്കെയാ? എന്റെ പ്ലാനുകൾ ചെമ്പകമംഗലത്തെ എല്ലാവരും സന്തോഷത്തോടെ ഇരിക്കണം. അത് മാത്രം എന്റെ ആഗ്രഹം. അത് തന്നെ ഞങ്ങൾ ചോദിക്കാൻ പോകുന്നത്. ചെമ്പകമംഗലത്തുള്ളവരെല്ലാരും സന്തോഷമായിട്ട് ഇരുന്നാൽ മാത്രം മതിയോ? ദേവമ്മയ്ക്കും ഒരു ജീവിതം വേണ്ടേ? മനസ്സിലായില്ല. അച്ഛനും മനസ്സിന്റെ സന്തോഷം വേണ്ടേ? അച്ഛനും അമ്മയ്ക്കും ഒരുപോലെ സന്തോഷമാവാൻ അമ്മയ്ക്ക് അച്ഛനെ വിവാഹം കഴിച്ചൂടെ? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.